ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിലുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇതിപ്പോൾ 12ാമത്തെ എപ്പിസോഡാണ്. ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീമും 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുക്കുക. അപ്പോൾ ഇതിന് ഫ്രഷ് ക്രീം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റിന് നല്ല മധുരമായിരിക്കും. ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും അപേക്ഷിച്ച് നല്ല മധുരമുള്ള ചോക്ലേറ്റാണ് വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമാണ് നല്ലത്. ഫ്രഷ് ക്രീം ആകുമ്പോൾ മധുരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മധുരം ഒരു ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഫ്രഷ് ക്രീം എടുക്കുകയാണ് നല്ലത്. ഇനി നിങ്ങൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രഷ് ക്രീമിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കളറിനും നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല വൈറ്റ് കളറിലുള്ള ഗനാഷ് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗനാഷ് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിലുള്ള മധുരം ക്രീമിലെ മധുരം അതുപോലെ ഓവറായിട്ട് ഗനാഷയിലെ മധുരം കൂടി ആകുമ്പോൾ കേക്കിന് എന്തായാലും ഒരു മടുപ്പ് വരും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന് നമ്മൾ എപ്പോഴും മധുരമുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക തന്നെയാണ് നല്ലത്. കാരണം ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ചൊരു കയ്പുള്ള ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ആ ഒരു നല്ല ഡാർക്ക് കളറ് കിട്ടാനും വിപ്പിംഗ് ക്രീമാണ് നല്ലത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നത് 1:1 റേഷ്യോയിലാണ് കേട്ടോ. ഈ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. ക്രീം ഒന്ന് ചൂടായി ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചൂടുള്ള ഫ്രഷ് ക്രീമിൽ കിടന്നിട്ട് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ വിപ്പിംഗ് ക്രീമിനേക്കാളും കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് വീണ്ടും കുറച്ച് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ ക്രീമും എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ 1:1 റേഷ്യോയിലുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് കിട്ടും. ഇനി കുറച്ച് തിക്കായി പോയി വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി നിങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് അതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.